ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 1 ആംഗിൾസ് പാർട്ട് 4 പേജ് നമ്പർ 18. നമുക്ക് ആദ്യത്തെ ചിത്രം വരയ്ക്കാം. അതിൽ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കുക, അതിൻ്റെ വശങ്ങൾ എത്ര വശമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എണ്ണുമ്പോൾ കാണാം അതിൽ 5 വശങ്ങളാണുള്ളത്. അപ്പോൾ ഒരു സർക്കിളിന് എത്ര ഡിഗ്രിയാണ് ടോട്ടൽ നമുക്കറിയാലോ, 360. അപ്പോൾ ആ 360യെ ഇതിൻ്റെ വശങ്ങൾ എത്ര എണ്ണമുണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 360 ഡിവൈഡഡ് ബൈ എത്ര വശങ്ങളുണ്ട്? 5 വശങ്ങൾ അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 360യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 5s are 35, ബാലൻസ് 1 0, 2 5s are 10. അപ്പോൾ 72 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ആദ്യം ഇഷ്ടമുള്ള അളവിൽ ഒരു സർക്കിൾ വരയ്ക്കാം. നല്ല കറുപ്പിച്ച് വരയ്ക്കേണ്ട, നമുക്കിത് മാച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ലൈറ്റായിട്ട് വരച്ചാൽ മതി. അതിനുശേഷം ഒരു റേഡിയസ് വരയ്ക്കാം. ഇനി ഈ നമ്മൾ വരച്ച ഇതിൽ പ്രൊട്രാക്ടർ വെക്കണം. സർക്കിളിൻ്റെ സെൻറ്ററിൽ പ്രൊട്രാക്ടറിൻ്റെ നടുവിലുള്ള പോയിൻ്റ് വരണം. പിന്നെ ലൈൻ ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും 72 ഡിഗ്രി എടുക്കാം. 10 20 30 40 50 60 70. 70 കഴിഞ്ഞിട്ട് 2 കുഞ്ഞ് ലൈൻസ്. അപ്പോൾ 72 ഇവിടെ വരും. ഇനി നമുക്ക് ഈ സർക്കിളിലോട്ട് ലൈൻ വരയ്ക്കാം. ഇത് മായ്ച്ച് കളയേണ്ടതാണ്, അതുകൊണ്ട് ലൈറ്റായിട്ട് വരച്ചാൽ മതി, തീരെ കടുപ്പിച്ച് വരയ്ക്കേണ്ട. ഇനി ഈ വരച്ച ലൈനിൻ്റെ പുറത്ത് വീണ്ടും പ്രൊട്രാക്ടർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് 0 10 20 30 40 50 60 70 71 72. അതിനുശേഷം വീണ്ടും അതുപോലെ ആ ലൈനിൻ്റെ പുറത്ത് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കാം. നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ വരത്തക്ക വിധം വയ്ക്കണം. 0 10 20 30 40 50 60 70 72. വീണ്ടും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്റർ വയ്ക്കുക. ആ ലൈനിൻ്റെ പുറത്ത് കറക്റ്റ് വയ്ക്കണം. അതിനുശേഷം 0 10 20 30 40 50 60 70 72. സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ ഒരു വശത്തേക്ക് ഒരു ലൈൻ വരയ്ക്കും. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് 5 ലൈൻ വരച്ചു. ഇനി നമുക്ക് ഈ സർക്കിളിൽ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ സർക്കിളിൽ ലൈൻ തട്ടുന്ന ആ പോയിൻ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യണം. നോക്കൂ, ഈ പോയിൻറ്റും ഈ പോയിൻ്റ് നമുക്ക് ജോയിൻ ചെയ്യാം. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യാം. അടുത്തത് ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യാം. ലാസ്റ്റ് ഇതും ജോയിൻ ചെയ്തു. ഇനി നമുക്ക് തന്നിട്ടുള്ള പിക്ചറിൽ നടുവിൽ ഉള്ള ലൈനൊന്നും ഇല്ല അല്ലേ. അപ്പം നമുക്കതൊക്കെ മായ്ച്ച് കളയാം. അതുപോലെ സർക്കിളിൻ്റെ ലൈൻസും പുറത്തുള്ള ലൈനുകളും മായ്ച്ച് കളയാം.
ഇനി നമുക്ക് ഈ ഓരോ പോയിന്റിൽ നിന്നും ഒരു പോയിന്റിൽ നിന്നും 2 ലൈൻ വരച്ചു കൊടുക്കാം. ഒരു പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റുള്ള പോയിന്റിലേക്ക് 2 ലൈൻസ് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? അതുപോലെ അടുത്ത ഈ പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റുള്ള പോയിന്റ്സിലേക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ ഈ പോയിന്റിൽ നിന്നും ഒരു ലൈൻ ഇവിടെയുണ്ട്, ഇനി ഇതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കും. ഇപ്പോൾ എല്ലാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇത് കളർ അടിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അതിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതൊരു സ്റ്റാറിൻ്റെ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ സൈഡ് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ സ്റ്റാറിൻ്റെ ഷേപ്പാണ്, 5 കാലുകളാണുള്ളത് അല്ലേ. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 360യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 ഡിഗ്രി എന്ന് കിട്ടും. മുന്നത്തെ കണക്ക് ചെയ്തതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ നിന്നും സൈഡിലേക്ക് ഒരു വര വരച്ചു. ഇനി പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ വരച്ച ലൈനിൻ്റെ പുറത്ത് തന്നെ വരണം. അത് കഴിഞ്ഞിട്ട് 0, 10, 20, 30, 40, 50, 60, 70 കഴിഞ്ഞിട്ട് 2 പോയിൻറ്റ്സും കൂടി, അപ്പോൾ 72. അതിൽ ഒരു ഡോട്ട് ഇട്ടു. എന്നിട്ട് സെൻറ്ററിൽ നിന്നും സർക്കിളിൻ്റെ വശത്തേക്ക് ഒരു ലൈൻ വരച്ചു. ഇനിയിപ്പോൾ വരച്ച ആ വരയുടെ പുറത്താണ് ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് എണ്ണി തുടങ്ങണം. 0, 10, 20, 30, 40, 50, 60, 70, 72. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വരച്ച വരയ്ക്ക് പുറത്ത് വയ്ക്കണം. ഇനി നമ്മളിപ്പോൾ വരച്ച ആ ലൈനിൻ്റെ പുറത്ത് വയ്ക്കുക. അവിടെ നിന്നും 0, 10, 20, 30, 40, 50, 60, 70, പിന്നെ ഇവിടെ 72ൽ ഒരു ഡോട്ട് ഇട്ടു. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനിയിപ്പോൾ വരച്ച ആ വര തന്നെ വീണ്ടും വയ്ക്കണം. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്ത്. ഇവിടെ 72ൽ ഒരു ഡോട്ട് ഇടണം. അപ്പോൾ നമ്മൾ 5 ലൈൻസ് വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ഈ സർക്കിൾ അങ്ങനെയുണ്ട്, അതുകൊണ്ട് അത് മായ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ സർക്കിളിൽ വരച്ചിട്ടില്ലേ, ഓരോ പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഈ ലൈൻ വരയ്ക്കുമ്പോൾ, ആ പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇങ്ങനെ യോജിപ്പിക്കണം. ഈ 2 പോയിൻറ്റ്സും യോജിപ്പിക്കണം. അതിനുശേഷം ഈ 2 പോയിൻറ്റ്സും യോജിപ്പിക്കാം. ഇനി ഇത് യോജിപ്പിക്കാം. രണ്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ നടുവിലുള്ള ലൈൻസ് എല്ലാം മായ്ച്ച് കളയാം. ഇനി ഈ നമ്മൾ വരച്ച ഇതിൻ്റെ ഓരോ പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റിലുള്ള പോയിന്റിലേക്ക് 2 ലൈൻസ് വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ ഇനി ഈ പോയിന്റിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് അതുപോലെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ 2 പോയിന്റുകൾ നമുക്ക് യോജിപ്പിക്കാം. അതിനുശേഷം ഈ സ്റ്റാറിൻ്റെ നടുവിൽ ഒരു കുഞ്ഞ് സ്റ്റാർ കൂടി വരയ്ക്കാം. അതിന് വീണ്ടും ഒരു പോയിന്റിൽ നിന്നും
ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിൻറ്റിലേക്ക് 2 വരകൾ വരയ്ക്കാം. ഇതുപോലെ ഈ പോയിൻറ്റിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുക. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇനി ഒരു ലൈൻ കൂടി ഇവിടെ വരച്ചു കൊടുക്കുക. ഉള്ളിലൊരു സ്റ്റാർ കിട്ടി. പിന്നെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത വരകളെല്ലാം മാറ്റി കൊടുക്കുക. ഇനി നമുക്കിത് കളറടിക്കാം. അപ്പോൾ നമുക്കടുത്ത തേർഡ് പ്രോബ്ലം ചെയ്യാം. തേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പിക്ചറിൽ കണ്ടല്ലോ, അതിന് എത്ര സൈഡുകളുണ്ടെന്ന് നോക്കുക. അപ്പോൾ 8 വശമുണ്ട്. 8 വശമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 8 കൊണ്ട് 360 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4 8s are 32, balance 4, 8 5s are 40. അപ്പോൾ 45 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്ക് ഒരു വര വരയ്ക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ നമ്മൾ വരച്ച ലൈനിൻ്റെ പുറത്ത് വയ്ക്കുക. ഇനി 45 ഡിഗ്രി 0 10 20 30 40 അത് കഴിഞ്ഞ് ഈ നടുവിലുള്ള ഒരു ഇതുണ്ടല്ലോ 45. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ വരച്ചില്ലേ ആ ലൈനിൻ്റെ പുറത്താണ് പ്രൊട്രാക്ടർ വയ്ക്കേണ്ടത്. അവിടെ നിന്നും 45 ഡിഗ്രി. വീണ്ടും ഇപ്പോൾ വരച്ച ലൈനിൻ്റെ പുറത്ത് പ്രൊട്രാക്ടർ വയ്ക്കാം. സെൻറ്റർ ഇവിടെ വയ്ക്കണം. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക 8 ലൈൻസും വരയ്ക്കുന്നത് വരെ. $45 ഡിഗ്രി. കണ്ടില്ലേ? നമ്മൾ ലൈൻ വരച്ചു. ഇനി ഈ സർക്കിളിലെ ഓരോ പോയിന്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്യാം. ഇനി ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്യാം.
ഇനി ഈ 2 പോയിൻറ്റ്സും അതിനുശേഷം ഇനി ഒരു ലൈൻ കൂടി. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സർക്കിളിൻ്റെ ഭാഗങ്ങളെ നമുക്ക് മായ്ച്ച് കളയാം. അതില്ലല്ലോ ആ പിക്ചറിൽ. ഇനി ഉള്ളിലുള്ളതും മായ്ച്ച് കളയാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ പോയിൻറ്റും നീട്ടി വരയ്ക്കാം. അതുപോലെ ഈ പോയിൻറ്റും നീട്ടി വരയ്ക്കാം. അതുപോലെ തന്നെയാണ് ഈ ഓപ്പോസിറ്റ് പോയിൻറ്റ്സും നീട്ടി വരയ്ക്കാം. അതുപോലെ ഇത് കളറടിക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കളറടിക്കാം. ഇനി നമുക്ക് അടുത്ത ചിത്രം വരയ്ക്കാം. ആദ്യം നോക്കൂ, അതിൻ്റെ മുകളിലുള്ള വശത്തിൽ 6 സൈഡ്സ് ഉണ്ട് അല്ലേ? 6 വശങ്ങളുണ്ട്. താഴെയുള്ള ബ്രൗൺ കളർ നോക്കണ്ട, മുകളിലുള്ളത് നോക്കിയാൽ മതി. അതിൽ 6 സൈഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 360 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 360യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 6 6 ആർ 36. ഇനി 0 അത് മുകളിൽ എഴുതും. അപ്പോൾ 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇത് 6 ആണ്. അപ്പോൾ 360യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലൊരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്നും സൈഡിലോട്ട് ഒരു ലൈൻ വരയ്ക്കാം, റേഡിയസ്. ഇനി പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഭാഗം സർക്കിളിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് 60 ഡിഗ്രി അടയാളപ്പെടുത്താം. 0 10 20 30 40 50 60. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കണേ. ഞാൻ വരച്ചപ്പോൾ ചെറിയൊരു വളവുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് വരയ്ക്കണം. ഇനി വീണ്ടും ഈ ലൈനിൽ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി. വീണ്ടും പ്രൊട്രാക്ടർ സർക്കിളിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക, ഈ ലൈനിൻ്റെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം 60 ഡിഗ്രി. ഡിഗ്രി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കിളിലുള്ള ഓരോ പോയിൻറ്റ്സും
ജോയിൻ ചെയ്ത് കൊടുക്കാം. എല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അകത്തുള്ള ലൈൻസ് മായ്ച്ചു കൊടുക്കാം, പുറത്തുള്ള സർക്കിളിൻ്റെ ആ പോർഷനും മായ്ച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതെല്ലാം മായ്ച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വരച്ച ഈ പിക്ചറിൻ്റെ ഈ താഴത്തെ ഈ ലൈനില്ലേ, ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 3.5 എന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അളവാണ് വരുന്നത്. കാരണം ഓരോരുത്തരും വരയ്ക്കുന്ന സർക്കിളിൻ്റെ സൈസിനനുസരിച്ച് ഈ ലൈനിൻ്റെ അളവ് വ്യത്യാസപ്പെടും. അപ്പോൾ ഞാൻ വരച്ച സർക്കിളിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 3.5 ആണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നും താഴോട്ട് 3.5 കൊടുക്കാം. അതുപോലെ ഇവിടെയും 3.5. ഇനി ഈ പോയിന്റിൽ നിന്നും 3.5 താഴോട്ട്, ഇവിടെ നിന്നും 3.5, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് 3.5 വരണം എന്നില്ല, നിങ്ങൾ വരയ്ക്കുന്ന സർക്കിൾ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടും. ഇനി നമുക്കിത് കളറടിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്